ഇന്ത്യക്കാർ ഉടൻ ടെഹ്റാൻ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഏതുതരം വിസ എന്ന് പരിഗണിക്കാതെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ടെഹ്റാനിലെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടാണ് നിർദ്ദേശം. സജു തോമസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. സജു, വലിയ ആക്രമണ സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രത്യക്ഷമായ യുദ്ധത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയത്? ജിൽസി, പ്രധാനമായിട്ടും ടെഹ്റാൻ വിടണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് അവരുടെ വിസ ഏതെന്നുള്ളത് പരിഗണിക്കാതെ തന്നെ ഉടൻ തന്നെ ടെഹ്റാൻ വിടണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ MEA നൽകിയിരിക്കുന്നത്. നേരത്തെ ടെഹ്റാനിലെ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അവിടെ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ MEA ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയാണ്. അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള പദ്ധതി ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു മുന്നറിയിപ്പ് നിർദ്ദേശം കൂടി ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇറാനിലുള്ള ഇന്ത്യക്കാർ കൂടുതൽ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്ന ഏത് നിർദ്ദേശവും കൃത്യസമയത്ത് പാലിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ തന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ടെഹ്റാനിലുള്ളവർ ഉടൻ തന്നെ ആ സ്ഥലങ്ങൾ വിടണമെന്നും അവിടെ വലിയൊരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ മറ്റ് വിദേശികൾ അനുഗമിക്കരുതെന്നുള്ള നിർദ്ദേശവും കൂടി ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ജിൽസി, ശരി. സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.